2018 ജൂലൈ 1 ഡൽഹിയിലെ ബുരാരി എന്ന സ്ഥലത്ത് ഒരു കുടുംബത്തിലെ 11 പേരെ ഒരേ സമയം മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ച ഈ സംഭവത്തെ ആസ്പദമാക്കി ലീന യാദവിൻ്റെയും അനുഭവ് ചോപ്രയുടെയും സംവിധാനത്തിൽ നെറ്റ്ഫ്ലിക്സ് പുറത്തിറക്കിയ ഒരു ഡോക്യുമെൻ്ററിയാണ് ഹൗസ് ഓഫ് സീക്രട്സ് ദ ബുരാരി ഡെത്ത്. 2018 ഇന്ത്യയിലെ ബുരാരിയിൽ നിന്നുള്ള 11 കുടുംബാംഗങ്ങളുടെ ആചാരപരമായ ആത്മഹത്യയായിരുന്നു ബുരാരി മരണങ്ങൾ. 15നും 57നും ഇടയിൽ പ്രായമുള്ള 10 പേരെ ആൽമരത്തിൻ്റെ വഴുതുകൾ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ തൂങ്ങി മരിച്ച നിലയിലും, അതേസമയം കുടുംബത്തിലെ ഏറ്റവും പ്രായം കൂടിയ 80 വയസ്സുള്ള മുത്തശ്ശിയെ കഴുത്തിനിരിച്ച് കൊലപ്പെടുത്തിയ നിലയിലുമാണ് കണ്ടെത്തിയത്. ഈ തൂങ്ങി മരിച്ച 10 പേര് വട്ടത്തിൽ നിൽക്കുന്ന രീതിയിൽ കണ്ണുകളൊക്കെ മൂടി വെച്ചിട്ട് രക്ഷപ്പെടാൻ ഒരു ശ്രമം പോലും നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് കൈകൾ വരെ പിന്നിലേക്ക് കെട്ടിവെച്ച രീതിയിലൊക്കെയായിരുന്നു ഹാങ് ചെയ്ത് കിടന്നത്. ഇതൊരു ആത്മഹത്യയായിരുന്നോ അതോ കൊലപാതകമായിരുന്നോ, എന്താണ് ആ കുടുംബത്തിന് സംഭവിച്ചത്? ഇതൊക്കെ അന്വേഷിച്ച് പോയപ്പോൾ ചുരുളഴിഞ്ഞത് ബുരാരി കൂട്ടമരണങ്ങളുടെ ഞെട്ടിക്കുന്ന തീർത്തും അവിശ്വസനീയമായ കഥകളാണ്. ചുറ്റുമുള്ളവർക്ക് മാതൃകാപരമായ ഒരു കുടുംബം. ഇളയ മകൻ ലളിതിൻ്റെ മേൽനോട്ടത്തിലായിരുന്നു കുടുംബം പോയിരുന്നത്. സാമ്പത്തിക പ്രശ്നങ്ങളോ കുടുംബ വഴക്കുകളോ അങ്ങനെയൊന്നും അവർക്കിടയിൽ ഉണ്ടായിരുന്നില്ല. പോലീസ് നടത്തിയ അന്വേഷണത്തിൽ ആ വീട്ടിൽ നിന്ന് കണ്ടെടുത്ത 11 ഡയറികളാണ് ഒരു വഴിത്തിരിവായത്. ഈ സീരീസിൻ്റെ ഏറ്റവും ഭയപ്പെടുത്തുന്ന ഭാഗം ആ ഡയറി കുറിപ്പുകളാണ്. കുടുംബനാഥനായ ലളിതായിരുന്നു ഇതിനൊക്കെ പിന്നിൽ. തൻ്റെ അച്ഛൻ്റെ വേർപാട് ലളിതിനെ മാനസികമായി തളർത്തിയിരുന്നു. ആ ഒരു ആഘാതത്തിൽ നിന്ന് ഉണ്ടായ ഒരു തോന്നൽ അച്ഛൻ തന്നോട് സംസാരിക്കുന്നുണ്ട് എന്ന് അത് ആ കുടുംബം മുഴുവൻ വിശ്വസിച്ചു. 11 വർഷം അവർ ആ ഡയറിയിലെ വരികൾക്ക് പിന്നാലെ നടന്നു. നീണ്ട 11 വർഷത്തെ ആ കുടുംബത്തിൻ്റെ രഹസ്യങ്ങൾ അതിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. മരിച്ച ലളിതിൻ്റെ അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്ന രീതിയിലാണ് ആ കാര്യങ്ങൾ ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നത്. 2007 മരിച്ചുപോയ തൻ്റെ അച്ഛൻ്റെ ആത്മാവ് തന്നോട് സംസാരിക്കുന്നുണ്ടെന്ന് ലളിത് വിശ്വസിച്ചു. അച്ഛൻ പറയുന്ന കാര്യങ്ങൾ എന്ന രീതിയിൽ ലളിത് ഡയറിയിൽ എഴുതിയ കാര്യങ്ങൾ ആ കുടുംബം 11 വർഷത്തോളം അന്ധമായി പിന്തുടർന്നു. ദൈവത്തിലേക്കുള്ള ഒരു വഴിയാണെന്നും അച്ഛൻ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചാൽ കുടുംബത്തിന് വലിയ ഐശ്വര്യം ഉണ്ടാകുമെന്നും ലളിത് എല്ലാവരെയും വിശ്വസിപ്പിച്ചു. 11 വർഷത്തോളം നീണ്ട ഈ രഹസ്യ ജീവിതം ആ കുടുംബത്തിലെ ഓരോ അംഗത്തെയും ലളിതിൻ്റെ നിയന്ത്രണത്തിലാക്കി. തപസ്യ ചെയ്താൽ അച്ഛൻ വരുമെന്ന് അവർ കരുതി. മരണത്തിന് തൊട്ടു മുമ്പുള്ള ദിവസങ്ങളിൽ അവർ ബഡ് തപസ്യ, അതായത് ബനിയൻ ട്രീ റിച്വൽ എന്നൊരു ചടങ്ങാണ് നടത്തിയത്. ആൽമരത്തിൻ്റെ വഴുതുകൾ തൂങ്ങിക്കിടക്കുന്നത് പോലെ തൂങ്ങി നിന്ന് പ്രാർത്ഥിച്ചാൽ മരിച്ച അച്ഛൻ നേരിട്ട് വന്ന് അവരെ രക്ഷിക്കുമെന്നും അവർക്ക് വലിയ ഐശ്വര്യം ലഭിക്കുമെന്നും ലളിത അവരെ വിശ്വസിപ്പിച്ചു. ഇതിനുവേണ്ടി അവർ പരസ്പര സഹായത്തോടെ എല്ലാവരുടെയും കണ്ണുകളും കൈകളും പിന്നിൽ കെട്ടിയിട്ടു. ആ രാത്രിയിൽ ആ നടുമുറ്റത്ത് അവർ തൂങ്ങി നിന്നത് മരിക്കാനായിരുന്നില്ല. ഞങ്ങൾ മരിക്കുമെന്ന കുടുംബം കരുതിയിരുന്നില്ല എന്നതാണ് സത്യം. ഒടുവിൽ അച്ഛൻ വന്ന് രക്ഷപ്പെടുത്തുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ആ 11 പേരും. ഒരു പക്ഷേ ആ 11 പേരും അവസാന നിമിഷം വരെ പരസ്പരം കൈ പിടിച്ചിട്ടുണ്ടാകണം, ഭയപ്പെട്ടിട്ടുണ്ടാകണം. ചിലപ്പോൾ അതിലേറെ ലളിതിൻ്റെ വാക്കുകളെ അവർ വിശ്വസിച്ചിട്ടുണ്ടാവണം. പിതാവിൻ്റെ ആത്മാവ് പ്രവേശിക്കാറുണ്ടെന്നും ലളിത് കുടുംബത്തെ വിശ്വസിപ്പിച്ചിരുന്നു. അന്ന് ആ രാത്രിയിൽ ആ വീട്ടിൽ നടന്ന സംഭവങ്ങൾക്ക് ഒരേ ഒരു സാക്ഷിയായത് ആ കുടുംബത്തിലെ വളർത്തുനായ ജാക്കിയായിരുന്നു. 11 കുടുംബാംഗങ്ങളും മരിക്കുമ്പോൾ ജാക്കി വീട്ടിൻ്റെ ടെറസിൽ കെട്ടിയിട്ട നിലയിലായിരുന്നു. കുടുംബത്തിലെ ബാക്കിയുള്ള 10 പേരുടെയും ചിന്തകളെ നിയന്ത്രിക്കാൻ ലളിതിന് എങ്ങനെ കഴിഞ്ഞെന്നുള്ളത് നമ്മളെ അത്ഭുതപ്പെടുത്തും. ഈ ഡോക്യുമെൻ്ററി സീരീസ് കേവലം ഒരു ക്രൈം സ്റ്റോറി എന്നതിലുപരി മറിച്ച് മനുഷ്യൻ്റെ ഇരുണ്ടിടങ്ങളിലേക്കൊരു നോട്ടം കൂടെയാണ്. മനുഷ്യൻ്റെ മനസ്സ് എത്രത്തോളം സങ്കീർണമാണെന്നും അന്ധവിശ്വാസം എത്രത്തോളം അപകടകരമാണെന്നും ബുരാരി നമ്മളെ ഓർമ്മിപ്പിക്കുന്നു.